ബിഗ് ബോസ് സീസൺ 7 ലാസ്റ്റ് എപ്പിസോഡ് ഒപ്പീനിയൻ പറയാൻ ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല മക്കളെ. എപ്പിസോഡ് ഞാൻ കണ്ടു. ബൈ ദ വേ ആ ടൈം ആയപ്പോഴത്തേക്ക് ഞാൻ ഫുക്കറ്റിലെത്തി. അപ്പോൾ ഇന്ന് രാവിലെ അതിൻ്റെ ഒപ്പീനിയൻ പറയാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നും പറയട്ടെ, ഈ ടിഷ്യൂ പേപ്പർ, ആദില, നൂറ, അക്ബർ, അനുമോള് ഇതന്നെയാണ് ഇന്നലത്തെ മെയിൻ ചർച്ച. അതിനിടയിൽ കുറേ ഇല്ല മോട്ടിവേഷൻ വാല്യൂ എതർന്നതായിട്ട് കണ്ടു. ലക്ഷ്മി ടു അനുമോള്, പിന്നെ അനുമോളുടേതായിട്ടുള്ള ബാക്കി പരിപാടികളുണ്ട്, ഷാനവാസിനോടുള്ള വർത്താനം അതും ഇതൊക്കെ ആയിട്ട്. അക്ബർ പൊട്ടിത്തുടങ്ങുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ജയിലിൻ്റെ അവിടുന്ന് ഒനീലിനോട് കാര്യങ്ങൾ പറഞ്ഞ് അക്ബറിൻ്റെ ആ സെഗ്മെൻ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അതിനിടയിൽ മിറർ നോക്കിയിട്ടുള്ള സെൽഫ് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളൊരു സാധനം ഉണ്ടല്ലോ, ഈ നമ്മുടെ ജേണി നമ്മളോട് തന്നെ വിവരിക്കുന്ന ഒരു ഐറ്റം, ഒരു സെൽഫ് മോട്ടിവേഷൻ്റെ ഒരു ഐറ്റം. അത് ആക്ച്വലി എല്ലാ എന്താ പറയുക കണ്ടസ്റ്റൻസും ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വോട്ട് ബാങ്കിനൊരു പ്രത്യേകതരം ഒരു പുഷ് കിട്ടും എന്നുള്ളത് കൊണ്ടായിരിക്കണം ഒരു ഇൻഡിവിജ്വൽ സ്പേസ് കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കുന്നത്. കഴിഞ്ഞൊല്ലം ജയിച്ചു, ഇക്കൊല്ലം അത് ജയിച്ചിട്ടുണ്ട്. പക്ഷേ അക്ബറിൻ്റെയും ഷാനവാസിൻ്റെയും മാത്രമാണ് ഷാനവാസ് അക്ബറിൻ്റെയും നമ്മളുടെ ഇവൻ്റെയും അനീഷിൻ്റെയും മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നു. രണ്ടാളതും എപ്പിസോഡിൽ വന്ന രണ്ടുപേരും അടിപൊളിയായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാണുന്നത് ഈ അടിയാണ്. ഈ അടി മാസീവായിട്ട് പൊട്ടുകയാണ്. അതിലൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടാണ് പോകുന്നത്. ഓക്കെ, അതിലൊരു ക്ലാരിറ്റി കൊടുക്കാതെയാണ് പോകുന്നത്. അക്ബറിന് ഏറെക്കുറെ അവിടുന്ന് ഇവിടുന്നും കേട്ടതും ആദില പറഞ്ഞതൊക്കെ വെച്ച് കൂട്ടിയും കിഴിച്ചും നോക്കുന്ന സമയത്ത് പല സമയങ്ങളിലായിട്ട് അക്ബറിന് സ്ക്രീൻ സ്പേസ് കൊടുക്കാതെ അക്ബറിനെതിരെ ആളുകളെ തിരിച്ച് അക്ബറിനൊരു വില്ലനിഷ് ഇമേജ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള പരിപാടികളുടെ ഒക്കെ ഒരു സൂത്രധാരയായിട്ട് നിൽക്കുന്നത് ദ കീ പേഴ്സൺ ഈസ് അനുമോൾ എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഈ ആദില പോകാൻ നേരത്ത് പറഞ്ഞില്ല, തീർത്തില്ല എന്ന് പറഞ്ഞിട്ടിട്ട് പോയ ടിഷ്യൂ പേപ്പർ വിവാദം കൂടി ആയപ്പോൾ അക്ബർ കയ്യിൽ നിന്ന് പോയതോട് കൂടിയിട്ട് ഓൾറെഡി അനുമോളെക്കുറിച്ച് നല്ല വൃത്തിക്ക് ബാഡ് ഇമേജ് ഉള്ള ബാക്കി കണ്ടസ്റ്റൻസ് എന്ത് ചെയ്തു, ഇവൾ ഇതും ചെയ്താ എന്നുള്ള സ്കീമിൽ പലരും അവിടെ ചോദിക്കാൻ ചെന്നു. ഈ സമയങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുമോൾ ഫോക്കസ് ചെയ്യുന്നത് അനുമോളുടെ നമ്പർ അല്ല കൊടുത്തത്, ലൈക്ക് PR നമ്പർ അല്ല കൊടുത്തത്. അനുമോളുടെ നമ്പറാണ് കൊടുത്തത്. ഞാൻ ഒരിക്കലും PR നമ്പർ കൊടുത്തിട്ടില്ല. ഈ കാര്യം ആക്ച്വലി നൂറയ്ക്കും അറിയാം, അക്ബറിനും അറിയാം. അനുമോൾ ഇവരുടെ അടുത്ത് ചെല്ലുമ്പോഴൊന്നും അവർ രണ്ടുപേരും ഇതിനെക്കുറിച്ച് പറയുന്നില്ല. അനുമോളാണ് ഈ ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. അനുമോൾ നമ്പർ കൊടുത്തത് PR-ൻ്റെത് അല്ല. ഇത് തെളിയിക്കാനാണ് ആര് നടക്കുന്നത്, അനുമോൾ തെളിയിക്കുന്നത്. അനുമോൾ എല്ലാവരുടെ അടുത്തും പറയുന്നതാ, ഞാൻ ഈ നമ്പർ കൊടുത്തത് PR-ൻ്റെ അല്ല. ഈ സാധനം തെളിയിക്കാൻ നടക്കുന്ന അനുമോൾ കൊടുത്തത് PR-ൻ്റെ നമ്പർ അല്ല എന്നറിയുന്ന അക്ബറും നൂറയും ഡയറക്റ്റായിട്ട് അനുമോൾ ഒന്നും സംസാരിക്കും, ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അക്ബറിൻ്റെ സീൻ എന്താ വെച്ചെങ്കിൽ, അക്ബറിനെ ടാർഗറ്റ് ചെയ്യണം എന്നുള്ളത് ആദിലയോട് നീ പറഞ്ഞു കൊടുത്തില്ലേ ഈ പറഞ്ഞ PR-ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് അക്ബറിൻ്റെ സീൻ. ഫൈൻ. അപ്പോൾ എനിക്ക് ഇന്നലെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോനടിയിൽ. ആ കമൻറ്റിനകത്ത് ആൾ ചോദിച്ചത് ഞാനിവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ എന്നോട് ചോദിച്ചിട്ടുള്ളത് ഇതാണ് ചോദ്യം. 1 ക്വസ്റ്റ്യൻ ഉണ്ട്. എൻ്റെ ഡൗട്ടാണ്, അക്ബറിനെ ഹൗസിൽ ഓൾറെഡി ആളുണ്ടെന്ന് വിനു നേരത്തെ അറിയാം, പിന്നെ എന്തിനാ അക്ബറിനെ കരിവാരി തേക്കാൻ ആദിലെ എടുത്ത് അനു പറയുന്നേ? ബട്ട് നൂറയ്ക്ക് PR കൊടുക്കാൻ കാര്യം പറഞ്ഞേക്കാം സാധ്യത ഉണ്ട്. അതായത് അക്ബറിന് ഓൾറെഡി ഇവിടെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇതിനകത്തുണ്ട് എന്നുള്ളത് പുറത്ത് വിനുവും പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം പല സമയങ്ങളിലായിട്ട് ആര് പറഞ്ഞിട്ടുണ്ട്, അനുമോളും പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അക്ബറിനെ കരിവാരി തേക്കാൻ സ്പെഷ്യലായിട്ട് എന്തിന് ആദിലയുടെ അടുത്ത് അനുമോൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. ഞാനൊരു കാര്യം പറയാം, അക്ബറിനെ ഈ പറഞ്ഞ വൈറ്റ് വാഷ് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഈവൻ നമ്മൾ, ഇപ്പം ഞാനാണെങ്കിൽ പോലും ഒരു വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് അക്ബറിനെ എങ്ങനെ വൈറ്റ് വാഷ് ചെയ്തോടെ. ഈ സാധനം നമ്മൾ ചോദിച്ചിട്ടുണ്ട്, അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്യുന്ന വീക്കെൻഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള കണ്ടസ്റ്റൻസിന് അത് ഫീൽ ചെയ്യാതിരിക്കുമോ? ഇല്ല. എല്ലാം അറിയുന്ന അനുമോൾക്ക് അത് കുറച്ച് അധികം ഫീൽ ചെയ്യും. അപ്പം അങ്ങനെയുള്ള അനുമോളുടെ വിജയ സാധ്യത കുറയ്ക്കുന്നൊരു ഐറ്റമായിട്ട് ഇത് മാറുമ്പോൾ, അയ്യോ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് പുറത്ത് PR-നോട് പറയണമേ എന്ന് പറയാതിരിക്കുമോ? അതിലോട് ചാൻസ് ഇല്ലേ? അപ്പം അക്ബറിൻ്റെ കാര്യം പറയാൻ ചാൻസ് ഉണ്ട്, നൂറയ്ക്ക് വേണ്ടി PR ചെയ്യാൻ പറയാനും ചാൻസ് ഉണ്ട്. ഞാനിതിപ്പോഴും പറയുന്നു, ഇത് ഒരു 3 പേരും അറിഞ്ഞുകൊണ്ടുള്ള പ്ലാനിങ് ആണ്. പട്ടാ ഗേൾസിൻ്റെ ഇടയിൽ ഒരു എഗ്രിമെൻ്റ് എഴുതി ഒപ്പിടാതെ ഒന്നും അങ്ങനത്തെ സംഗതിയല്ല. ബട്ട് വെർബലി അവരിട്ടൊരു എഗ്രിമെൻ്റാണ് ഈ ടിഷ്യൂ പേപ്പറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ കൈമാറിയതും
അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സഹായവും ബാക്കിയുള്ളവരെ കുത്തുന്ന പരിപാടി. ഈ സംഗതി ഇവർ 3 പേരും കൂടി ഇട്ട പ്ലാനാണ്. പിന്നെ അത് ഒറ്റയ്ക്ക് അനുമോളുടെ തലയിലേക്ക് ആദിലയുടെ ഭാഗത്തുനിന്ന് കൊണ്ടുപോയൊരു ഇടലാണ് സംഭവിച്ചിട്ടുള്ളത്. അത് വെളുപ്പിക്കാൻ വേണ്ടി അനുമോൾ എന്ത് ചെയ്ത് പരാക്രമവും ശ്രമവും നടത്തിയിട്ടുണ്ട്. കാരണം ഒറ്റയ്ക്ക് തലയിലിരിക്കരുതല്ലോ, എല്ലാവരും കൂടി ആണെങ്കിൽ ഓക്കെയാണ് അനുമോൾ, ഒറ്റയ്ക്ക് തലയിലിരിക്കരുതെന്ന് പറഞ്ഞിട്ട് അനുമോൾ ഇന്നലെ കാണിച്ചു കൂട്ടിയതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എപ്പിസോഡ് മൊത്തം. നൂറ നൈസായിട്ട് അതിൻ്റെ ഇടയിൽ സ്കിപ്പായി. ആൻഡ് ബൈ ദ വേ അതിൻ്റെ ഇടയിൽ ഒരു പാട്ടും പരിപാടിയൊക്കെ നടന്നിട്ടുണ്ട്, ഫുഡ് അടിയും പാട്ടും പരിപാടിയും. അതിനിടയിലും ഈ പറഞ്ഞ പോലെ ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് അനുമോൾ ടിഷ്യൂ പേപ്പറിൽ സംഗതി ആതിരയുടേത് എഴുതി ഇത് കൊണ്ടുപോയിട്ട് അപ്പുറത്ത് നെവിന് കാണിച്ചു കൊടുക്കുന്ന ആ ഒരു പ്രക്രിയയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ഓക്കെയാണ്. അപ്പോൾ ഒരാളയിലുണ്ട്, മറ്റേയാളത് എവിടെയെന്നുള്ള ചോദ്യമായിരിക്കും. അപ്പോഴാണ് ഇന്നലെ നൂറയുടെ കയ്യിലിരിക്കുന്നത്, ഓക്കെ, നൂറയുടെ കയ്യിലിരിക്കുന്നത് എന്ത് എന്നുള്ളൊരു ചോദ്യം വന്നത്. ടിഷ്യൂ പേപ്പറാണോ? അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു എലമെൻറ്റ് ഓഫ് ഡൗട്ട് മാത്രമാണ്, മനസ്സിലായോ? അത് തുറന്ന് അതിനകത്ത് നമ്പർ കണ്ടാൽ മാത്രമേ, ഇപ്പോൾ അനുമോൾ എങ്ങനെയാണോ നെവിൻ ആ നമ്പർ കാണിച്ചു കൊടുത്താൽ അങ്ങനെ കാണിച്ചു കൊടുത്താൽ മാത്രമേ അതിനകത്തൊരു ടിഷ്യൂ പേപ്പറിൽ നമ്പർ ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അല്ലാത്തതൊക്കെ നമുക്ക് സംശയമാണ്, മനസ്സിലായോ? ഇത് ഈ മെൻസസ് വരുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന താമ്പു എന്തുവാണ് അതിൻ്റെ സംഗതി പേര്, എനിക്ക് കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടാ ഇറ്റ് സീംസ് ടു ബി ലൈക്ക് ദാറ്റ് എന്നാണ് പറഞ്ഞത്. താമ്പൂന അങ്ങനെന്തുവാണ് അതിൻ്റെ പറഞ്ഞത്, താമ്പൂന അങ്ങനെന്തുവാണ് അതിൻ്റെ പേര്. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഈ ഒരു പിക്ചറാണ് അതിൻ്റെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ലുക്സ് ടു ബി ലൈക്ക് എന്താ പറയുക, കൺവിൻസിങ് ആണ്. അതൊരു ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ എഴുതി വെച്ച സാധനം 100 ഒളിപ്പിക്കാൻ കൊണ്ടുപോയ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. പക്ഷേ ഐ ഹാവ് സം അതർ ഡൗട്ട്സ്. എനിക്ക് കുറച്ച് വേറെ ഡൗട്ട്സാണ് ഈ വിഷയത്തിലുള്ളത്. ആദ്യം ഞാൻ എഗെയിൻ ആദില പറഞ്ഞ ആ സീന്, അതായത് ഈ ആദില ഇട്ട ബോംബ് പൊട്ടിയ ദിവസത്തെ ആ ക്ലിപ്പ് ഞാൻ ഒന്നും ഇവിടെ പ്ലേ ചെയ്യാം. പുറത്ത് പോകുമ്പോ എവിക്ഷനാകുമ്പോ നമ്മളെപ്പോഴും നമ്മളാ പോവാന്ന് പറയില്ലേ, നമ്പർ എനിക്ക് എഴുതി തന്നു ഇച്ചിക്കൊണ്ട് ടിഷ്യൂല് ഡ്രസ്സിംഗ് റൂമെന്ന്. ഞാൻ എവിക്ഷന് പോകുന്നു വിചാരിക്കുന്ന ടൈമില് എന്നിട്ട് പറഞ്ഞ് ഇവിടെ ആൾക്ക് പറഞ്ഞ വൈറ്റ് വാഷ് ചെയ്യലാണ്, അതനുസരിച്ച് പ്രവർത്തിക്കാം. നമ്പർ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ എന്നോട് 100ക്കും PR നീ കൊടുത്തോ വോട്ടിന്, അങ്ങനെ 50,000 കൊടുത്താൽ മതി എന്ന് പറഞ്ഞു എന്നോട്. ഇവളുടെ മൊത്തത്തിലേ ഞാൻ പറഞ്ഞല്ല, ഞാൻ അവളെ വിടുക, എനിക്ക് പറ്റില്ല. ഇപ്പോൾ കണ്ടപ്പോൾ പാർട്ട് 2 3 ആണെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല. ആദില പറയുന്നത് ഞാൻ എവിക്ഷനിൽ പോകുമെന്ന് തോന്നിയ ടൈം ഈ സീസണിൽ, അതായത് ഏത് ടൈമിലാണ് ആദില എവിക്ഷനിൽ പോകുമെന്ന് തോന്നിയ ടൈം? ആ പ്രാങ്ക് അല്ലേ? ആലോചിക്കുക നിങ്ങൾ, ആ പ്രാങ്കിൻ്റെ സമയത്താണ് ആദില എവിക്റ്റ് ആവുമെന്ന് ഏറ്റവും കൺഫേം ആയിട്ട് വീട്ടുകാർക്ക് തോന്നിയ ടൈം. ആ ടൈം എനിക്ക് തോന്നുന്നു ഇവിടെ ആദില റെഫർ ചെയ്യുന്നത് ആ ടൈമിനെയാണ്. എവിക്റ്റ് ആകുമെന്ന് തോന്നിയ ടൈമിലാണ് ഡ്രസ്സിംഗ് റൂമിൽ ഈ സാധനം എഴുതി കൊടുത്തത് എന്നുള്ളതിലേക്കാണ് ആദില ഇത് കൊണ്ടുപോയി വെക്കുന്നത്. ഇപ്പോൾ അതിലെന്തായാലും പുറത്തുണ്ടല്ലോ, അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സാക്റ്റ് കാര്യം എപ്പോഴാണ് എഴുതി കൊടുത്തതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ക്ലാരിറ്റി കിട്ടും. ഞാനൊക്കെ എൻ്റെ ഡൗട്ട്സാണ് പറയുന്നത്. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മളുടെ ഡൗട്ടായിട്ട് തന്നെ അത് കിടക്കും. എന്താണെങ്കിൽ ആദില പറഞ്ഞതിൽ നിന്ന് എനിക്ക് തോന്നിയത് അതാണ്, എവിക്റ്റ് ആവുമെന്ന് കൺഫേം ആയ ടൈം, ദാറ്റ് സീംസ് ടു ബി ആ ഒരു പ്രാങ്കിൻ്റെ ടൈം. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചോ. ഇനി അനുമോൾ ഇന്നലെ പോയിട്ട് നൂറയോട് ഈ ടിഷ്യൂ പേപ്പറിനെ കുറിച്ച് ചോദിക്കുന്ന ക്ലിപ്പ് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. എന്തോ നമ്പർ എഴുതി കൊടുത്ത സാധനം ആദില വന്ന് അനുവിനോട് ചോദിച്ചപ്പോൾ ആദിലല്ല ചോദിച്ചത്, ഞാനാണ് ആദ്യം എടുത്ത് ചോദിച്ചത്. എനിക്ക് ഹിന്റ് കിട്ടി, എനിക്ക് ഈ സാധനം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ അന്ന് തന്ന നമ്പർ എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു അത് വേസ്റ്റിൽ കളഞ്ഞു എന്ന്. വേസ്റ്റിൽ പറഞ്ഞു. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ തന്നതിന് തെളിവില്ലല്ലോ, ഇപ്പൊ പറയുന്നത് എഴുതി കൊടുത്തിട്ടുണ്ടെന്ന്. നമ്പർ എഴുതി കൊടുത്താണ് പറഞ്ഞത്. ആ നമ്പർ എന്റെ ഫോൺ നമ്പറാണ് ഞാൻ അവൾക്ക് എഴുതി കൊടുത്തത്. അവളെ നമ്പർ എന്റെ ഉണ്ട്, എന്റെ നമ്പർ അവളെ ഉണ്ട്. അത് ഇപ്പോഴല്ല എഴുതി കൊടുത്തത്, ഈ വൈൽഡ് കാർഡ്സ് പറഞ്ഞ ടൈമിലാണ് എഴുതി കൊടുത്തത് അല്ലേ? അനുമോൾ പറയുന്നത് നമ്പർ എഴുതി കൊടുത്തത് വൈൽഡ് കാർഡ്സ് വരുന്ന സമയത്ത് എന്നാണ്. എൻ്റെ സംശയം മാത്രമാണ്, ഇനി ചിലപ്പോൾ വൈൽഡ് കാർഡ്സ് വരുന്ന സമയത്ത് എഴുതി കൊടുത്തതായിരിക്കാം, അല്ലെങ്കിൽ അനുമോൾ ആദില പോകുമെന്ന് കൺഫേം ആയ ആ പ്രാങ്കിൻ്റെ സമയത്ത് എഴുതി കൊടുത്തതായിരിക്കാം. ബൈ ദ വേ ഒരു കോയിൻസിഡൻസ് പോലെ ഞാൻ സൈഡിലൊരു ക്ലിപ്പ് വയ്ക്കാൻ എഗെയിൻ ഞാൻ പറയുന്നു, ഇതാ ഇന്നലെ നമ്മളുടെ നൂറയുടെ കയ്യിൽ മറ്റേ ടിഷ്യൂ പേപ്പറാണെന്ന് തോന്നിക്കുന്ന രീതിയിലൊരു വസ്തു കണ്ടു എന്നുള്ള പോലെ ഒരു സംശയം മാത്രമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ആദില ആ പ്രാങ്ക് എവിക്ഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ പോകുന്ന സമയത്തും തിരിച്ച് കയറി വന്ന് ഷാനവാസിനെ കെട്ടിപ്പിടിക്കുന്ന സമയത്തും കയ്യിലൊരു ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നു. കരഞ്ഞപ്പോൾ ഇനി കരച്ചിൽ തുടയ്ക്കാൻ വേണ്ടി എടുത്താണെന്ന് നമുക്കറിയാൻ പാടില്ല. ഒരു ടിഷ്യൂ പേപ്പർ സ്പോട്ട് ചെയ്തിരുന്നു. ഓക്കെ, ഇത് എന്ത് സാധനമാണെന്ന് നമുക്കറിയാൻ പാടില്ല. ഞാനങ്ങനെ ഒരു സാധനം എൻ്റെ ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എഗെയിൻ ഞാനതൊന്ന് എടുത്ത് വെച്ച് നോക്കിയപ്പോൾ ഇറ്റ് വാസ് ദെയർ, ഒരു സാധനം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി വേറൊരു ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യാം. ഞാൻ ഇവർ പറയുന്ന വ്യത്യാസങ്ങൾ നമുക്ക് തോന്നിയ സംശയങ്ങളായിട്ടാണ് പറയുന്നത്. ഒരാൾ പറയുന്നത് എവിക്ഷനിൽ കൺഫേം ആയിട്ട് പോകുന്നുള്ളൊരു സമയം, ദാറ്റ് മീൻസ് പ്രാങ്കിൻ്റെ സമയം.
ഒരാൾ പറയുന്നു ഈ പറഞ്ഞ പുറത്തുനിന്നുള്ള വൈൽഡ് കാർഡ് വന്ന സമയം എന്ന് പറയുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിരുന്ന് സംസാരിച്ചില്ലേ, ആര് നീയും? ഞങ്ങൾ 4 ആളും. അപ്പോൾ ഇവള് പറഞ്ഞു അല്ല എന്തോ ഒരു PR-ൻ്റെ മാറ്റർ ഉണ്ടായിരുന്നല്ലോ, എന്താ പറയുക, എന്തോ ടിഷ്യൂവിൽ എഴുതി കൊടുത്താൽ അതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അതിൽ പറഞ്ഞു നീ എനിക്ക് നമ്പർ എഴുതി തന്നില്ലേ, ആ നമ്പറിൽ വിളിച്ച് അക്ബറിനെ പറ്റി ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇവള് അതിൽ പറഞ്ഞു ആ ശരിയാ. അപ്പോൾ അതിൽ പറഞ്ഞു നീ പറഞ്ഞതല്ലായിരുന്നു അങ്ങനെ. അപ്പോൾ അവള് പറഞ്ഞു അനുമോള് പറഞ്ഞില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിൽ പറഞ്ഞപ്പോൾ ടിഷ്യൂവിൽ നീ എഴുതി തന്നതോ, അപ്പോൾ പറഞ്ഞു ടിഷ്യൂ എവിടെ ഉള്ളത്, ടിഷ്യൂ കളഞ്ഞു. അപ്പോൾ ഞാൻ എവിക്റ്റ് ആയില്ലല്ലോ, അപ്പോൾ ടിഷ്യൂ കളഞ്ഞു. അപ്പം ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഈ ക്ലിയറാണ് ഈ ഒരു വീഡിയോനകത്ത്. ഞാൻ എവിക്റ്റ് ആയില്ലല്ലോ എന്ന് ആദില പറഞ്ഞു ആരോട്? അനുമോളോട്. അത് അനുമോളും ആദിലയും നൂറയും കൂടി ഒരു ടോക്ക് ഉണ്ടായി. ഷാനവാസിൻ്റെ കയ്യിൽ നിന്ന് ഈ സംശയം കുടുങ്ങി അനുമോക്ക് എന്തോ ഒരു സാധനം PR-ൻ്റെ എഴുതി കൊടുത്ത ഐറ്റം, അതായത് ഈ ടിഷ്യൂ പേപ്പറിൽ എഴുതി കൊടുത്ത ഐറ്റം വീട്ടിൽ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യമേ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പോയി സംസാരിച്ചു. ഇവർ പട്ടാ ഗേൾസിൽ നിന്ന് സംസാരിച്ച സമയത്ത് അനുമോൾ ചോദിച്ചു ആദിലയോട് നിൻ്റെ കയ്യിൽ ആ പേപ്പർ ഉണ്ടോ? ആദില പറഞ്ഞു ഞാനപ്പോൾ എവിക്റ്റ് ആയില്ലല്ലോ, ഞാൻ ആ പേപ്പർ കളഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതെനിക്ക് കണക്റ്റ് ആവുന്നത് എങ്ങട്ടാ? ആദിലയ്ക്ക് അനുമോൾ ഇത് എഴുതി കൊടുത്തത് പ്രാങ്കിൻ്റെ ടൈമിലായിരിക്കും. പക്ഷെ അനുമോൾ ഇത് പറയുന്നത് വൈൽഡ് കാർഡ് വന്ന സമയത്ത് നിന്നാണ്. ഇല്ലെങ്കിൽ ആദിലയ്ക്ക് ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് കളഞ്ഞു, ഞാൻ എവിക്റ്റ് ആയില്ല, പ്രാങ്കിൻ്റെ ടൈമിൽ അത് പ്രാങ്കായിരുന്നു, ഞാൻ പോകുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് എഴുതിയത്, കഴിഞ്ഞപ്പോൾ ഞാൻ കളഞ്ഞു. ഇത് കേട്ട അനുമോക്ക് എന്തായി മനസ്സിലായി, സംഗതി ആദിലയുടെ കയ്യിലില്ല. ഓക്കെ, കളഞ്ഞല്ലോ, എന്നാൽ പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഏത് കാര്യം? അക്ബറിൻ്റെ കാര്യം. മനസ്സിലായി? അക്ബറിൻ്റെ, അതാ ഇവിടുത്തെ ഏറ്റവും വലിയ സീൻ അക്ബറിൻ്റെ കാര്യം. അതിനെക്കുറിച്ച് ഡിസ്കഷനിൽ അനുമോൾ വരുന്നില്ല. അക്ബറിൻ്റെ കാര്യം ഡിസ്കഷനിൽ അനുമോൾ പറയുന്നേ ഇല്ല. അനുമോൾ ഇവിടെ എല്ലാവരും മുന്നിലും പറയാൻ ശ്രമിക്കുന്ന കാര്യം എന്താ? ആ നമ്പർ എൻ്റെ നമ്പറാണ്, മിനുവിൻ്റെ നമ്പറല്ല. ഈ സാധനമാണ്. പിന്നെ ടിഷ്യൂ പേപ്പർ ആദിലേയും നൂറയുടെയും കയ്യിലുണ്ടെങ്കിൽ അത് നൂറയ്ക്കറിയാം. ഈ സംഗതി മാത്രമാണ്. ഈ അക്ബറിൻ്റെ കാര്യത്തിലേക്ക് ആരും വരുന്നില്ല, അനുമോൾ വരുന്നുമില്ല. ആകെ മൊത്തം ഒരുമാതിരി ഫ്രോഡ് പരിപാടിയാണ് ഈ ടിഷ്യൂ പേപ്പറിൽ എഴുതിയിട്ടുണ്ടായിരുന്ന പരിപാടി കൊണ്ട് ഇവർ കാണിച്ചു കൂട്ടിയത്. ഇവരായിട്ട് തന്നെ അതിട്ട് പുറത്തിട്ടു, നമ്മളതെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു. ക്ലാരിറ്റി തരാൻ ഇവരാർക്കും പറ്റുന്നില്ല. സീസൺ കഴിയുമ്പോഴുണ്ടല്ലോ, ഈ സീസണകത്ത് ഇമാതിരി ഐറ്റങ്ങൾ എന്താണെങ്കിലും പൊട്ടുന്നതേ, അതെന്താണെങ്കിലും കൊള്ളാം, അത് നന്നായിട്ടുണ്ട്. എന്താണെങ്കിലും സീസൺ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഓണായി. എന്താണെങ്കിലും ഇനി ആര് വിന്നറാവും, ആര് വീഴും, ആര് നിൽക്കും എന്നൊക്കെ എന്നുള്ളത് നമുക്ക് നോക്കാം. ആര് വിന്നറായാലും ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ സീസൺ എന്താ പറയുക, ഒരു വല്ലാത്ത സീസണായിരുന്നു പുറത്തുനിന്ന് കണ്ടവർക്ക്. മിക്സഡ് റിവ്യൂസ് ഉള്ളൊരു സീസണാണ് ഈ സംഗതി. കോൺസെപ്റ്റ് ഈസ് ഗുഡ്. പിന്നെ ഈ പറഞ്ഞ പോലെ കണ്ടൻറ്റുകളുടെ ക്വാളിറ്റി വാസ് ഡെഫിനറ്റ്ലി വെരി വേസ്റ്റ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അനുമോളെ പോലുള്ളൊരു കണ്ടസ്റ്റൻറ്റ് ജയിച്ചാൽ എനിക്ക് കഴിഞ്ഞ കൊല്ലം ജിൻഡോ ജയിച്ചതിൻ്റെ അത്ര തന്നെ എഫക്റ്റേ തോന്നും. വേറെ ആര് ജയിച്ചാലും എനിക്ക് അങ്ങനത്തെ ഒരു ക്വാളിറ്റി ലോസ് തോന്നുന്നൊരവസ്ഥയൊന്നുമില്ല. കേട്ടോ, അനുമോൾ ജയിച്ചാൽ എനിക്ക് ഡെഫിനറ്റ്ലി ആ ഒരു ക്വാളിറ്റി ലോസ് എന്ന് പറഞ്ഞ സാധനം തോന്നും. ബട്ട് ജയിക്കാൻ പാടില്ലാത്ത ഒരാളാണ് അനുമോൾ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഡെഫിനറ്റ്ലി ഈ സീസണിൽ ഇപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ആണെങ്കിൽ നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടൈറ്റിൽ അനുമോൾ എന്നാണ് പോയിട്ടുള്ളത്. സോ ഡെഫിനറ്റ്ലി കണ്ടൻറ്റാണ് കൊടുത്തത്, ക്വാളിറ്റി കണ്ടൻറ്റ് അല്ല കൊടുത്തത്. ആൻഡ് അതിനുള്ള പണി പുറത്തുനിന്ന് ആൾക്കാർ എടുക്കുന്നുമുണ്ട്. പിന്നെ അനുമോൾ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടൻറ്റാണ്, ഒരു 5-6 മാസം വീണ്ടും ഓടും. അങ്ങനത്തെയൊക്കെ ആലോചിക്കുമ്പോൾ അനുമോൾ ജയിച്ചോട്ടെ എന്നുള്ള ഫീലും ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ജയിക്കട്ടെ. ഓക്കെ, എന്താണെങ്കിലും ഡിസർവ് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇല്ലയെന്നേ പറയുള്ളൂ. ഡിസർവ് ചെയ്ത ഒരാൾക്ക് പ്രാവശ്യം കപ്പ് കിട്ടാൻ ഒരു ചാൻസും ഞാൻ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ആരെങ്കിലുമൊക്കെ ജയിക്കട്ടെ. ജയിച്ചതിന് ശേഷം നമുക്ക് ബാക്കി നോക്കാം.